ഹലോ ഫ്രണ്ട്സ്, ഞാൻ സീമാരാജ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുസ്വാഗതം. അപ്പോൾ പൂജ ഹോളിഡേ തൊട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന അത് ആക്ച്വലി അതിന് മുമ്പേ പ്ലാൻ ചെയ്ത് പൂജ ഹോളിഡേയ്സിന് പോകാനായിട്ട്. പക്ഷേ അന്ന് തൊട്ട് ഇന്ന് വരെ പ്ലാൻ ചെയ്തിട്ട് ദീപാവലി ഹോളിഡേയ്സിനാണ് പോകാൻ പറ്റിയത്. അതും പോയത് ഞങ്ങൾ മൺട്രോ ഐലൻഡിലാണ് ഗൈസ്. മൺട്രോ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 45 മിനിറ്റ് യാത്ര മാത്രമേ 3 മണിക്ക് തിരിക്കണമെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങൾ കൃത്യനിഷ്ഠത പാലിക്കുന്നവരായതുകൊണ്ട് കറക്റ്റ് 4:30 ആയപ്പോഴാണ് ഗൈസ് തിരിച്ചത്. എല്ലാവരും വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ വേണം അങ്ങനെ വേണം ഓരോന്നൊക്കെ പറഞ്ഞിരുന്ന് തന്നെ സമയം അങ്ങ് പോകും. ഞങ്ങളുടെ സ്കോർപിയോ പണിമുടക്കിലായത് കാരണം ഞങ്ങൾ ബുള്ളറ്റിലും കാറിലുമായിട്ടാണ് പോയത്. ഞാൻ മാടി വിളിക്കുന്ന കണ്ടോ, അതേ എൻ്റെ പുറകെ വരുന്ന ഞങ്ങളുടെ വണ്ടിയെയാണ് മാടി വിളിക്കുന്നത്. പക്ഷെ അവൾ ഞാൻ വരൂല എന്നും മട്ടി പെതുക്കെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറയാം കയറി വാടി ഒരു വീഡിയോ എടുക്കാനും അവള് വന്നില്ല. അങ്ങനെ ബുള്ളറ്റ് ഞങ്ങളുടെ കൂടെ ഒരു കുശനാണ്ടിയും കൂടെ ഉണ്ട്. ആ കുശനാണ്ടിക്കാണ് കാറ് കണ്ട അപ്പ ഛർദ്ദിക്കും. കാറിൽ കയറാൻ പറ്റത്തേ ഇല്ല, പാവമൊക്കെ ഭയങ്കര ഛർദ്ദിയില്ല. എന്നാൽ വണ്ടി കയറിയാൽ മിണ്ടും അതുമില്ല. അവിടെ തൊട്ട് ഇവിടെ വരെ രാജി സംസാരിച്ചോണ്ടിരുന്നു. അവളൊരു വാക്കും മിണ്ടിയിട്ടില്ല. അപ്പതേ സംസാരിച്ച് ഞങ്ങളിങ്ങ് എത്തിയിട്ടോ. പിന്നെ ഈ മൺട്രോ ഐലൻഡിൽ ഇതുവരെ വരാത്തവർ ഒന്ന് വരാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മൈൻഡിന് നല്ല പീസ്ഫുൾ ആട്ടോ. ഈ കണ്ടൽക്കാടും ഈ വെള്ളവും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ സന്തോഷം മൂത്ത് ആരും എടുത്ത് വെള്ളത്തിൽ ചാടരുത്, അപകടമാണ്. ഭയങ്കര ആഴമുള്ള കായലാണ്. കണ്ടൽക്കാട് അധികം ആഴമില്ല, നമ്മുടെ ഒരു മുട്ടിൻ്റെ അത്ര വെള്ളം, കുറച്ചും കൂടെ കൂടി കാണും. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കയറി കിടക്കുകയാണ്. പക്ഷേ കണ്ടൽക്കാട്ടിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര രസമാണ് അതിലെ കൂടെ പോകുന്നത്. കാരണം മരങ്ങളല്ലേ, ഇങ്ങനെ കണ്ടൽ ചെടികളല്ലേ, അതേ കൂടെ തൊട്ട് തലോടി ഇങ്ങനെ പോകുന്നതും അതൊരു പ്രത്യേക ഒരു രസമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ പോകാനാട്ടോ ഇഷ്ടം. ഇതുവരെ ഞാൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ എത്തിയപ്പം ഭയങ്കര തിരക്ക്. കാരണം സൺഡേ ആണ്, അതിഭയങ്കര തിരക്ക്. കൊട്ടവഞ്ചി പോകാനാണ് ഞങ്ങൾ വന്നത്. കൊട്ടവഞ്ചി ഇല്ല. പിന്നെ ശരി, ഇനി മനസ്സിലോടെ ഞാൻ വള്ളം സമ്മതിച്ച്, എനിക്ക് ഇച്ചിരി പേടിയുള്ളത് കൊണ്ട് വെള്ളത്തിൽ കയറാൻ. ഈ ഓളം തള്ളുന്നില്ലേ, അവിടെ അത്രയും തെന്നിക്കിടക്കുക കേട്ടോ. ഭയങ്കര തെറ്റലാ. ഒരു പെങ്കൊച്ച് കാല് തെന്നി വീഴാൻ പോയപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് കൈ കയറി പിടിച്ച്, അല്ലെങ്കിൽ ആ കുട്ടി അതിനകത്ത് വീണേനെ. പിന്നെ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക, ഇതൊക്കെ തിന്നാതെ ഒരു രക്ഷയില്ല. അതൊക്കെ തിന്ന് വായി നോക്കി അവിടെ ഇവിടെ നിന്നപ്പോൾ സമയം പോയി. പിന്നെ പെട്ടെന്ന് പോയി ഒരു വള്ളം ബുക്ക് ചെയ്തിട്ട് ദേ ഒരു ചാക്ക് നിറയെ കോട്ടോ ഏതാണ്ടൊക്കെ കൊണ്ടിട്ടേക്കുന്നു. കോട്ടല്ല, ലൈഫ് ജാക്കറ്റ്. ഇതൊക്കെ ഇട്ട് കൊള്ളാമോ എന്തോ എനിക്കറിയത്തില്ല. തുറന്നു നോക്കിയപ്പോൾ ഒന്നും കൊള്ളത്തില്ല. പിന്നെ ഞാൻ രാജുവിനോട് പറഞ്ഞു എനിക്ക് ഏറ്റവും നല്ലത് പറഞ്ഞത്. രാജു പറഞ്ഞു പിന്നെ നിനക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ. പിന്നെ കിട്ടിയത് ഒരെണ്ണം എടുത്തത് ആ വരുന്നതാണ് ഞങ്ങൾ കയറാൻ പോകുന്ന വള്ളം. അയാൾ തുഴഞ്ഞ് കരയ്ക്ക് അടുപ്പിക്കുന്നുണ്ട്. പക്ഷേ ഒരു മൂശയാട്ട സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അമ്മ കണ്ടോ ലൈഫ് ജാക്കറ്റൊക്കെ എടുത്ത്. അമ്മ ഇതിലൊന്നും കയറിയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ഞങ്ങൾ ഹൗസ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ വള്ളം, കൊട്ടവഞ്ചി അങ്ങനെ കയറിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ അമ്മായിയും പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും പെട്ടെന്ന് ചടപടയിടുക. അയാൾ പറയാം പെട്ടെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിനകത്ത് കണക്ക് കൂട്ടുമെന്ന്. അങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ എല്ലാവരും വാരിയിട്ടു. എനിക്കും കിട്ടിയ ഒരെണ്ണം, ഞാനും ദേ വാരി ഇടുന്നുണ്ട്. എനിക്കത് കണ്ടാൽ ഇടാനേ തോന്നില്ല കേട്ടോ. നമ്മൾ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇട്ടല്ലേ പറ്റൂ. കാരണം ഒരുപാട് പേര് യൂസ് ചെയ്ത സാധനമാണ് നമുക്ക് തരുന്നത്. ചില മറ്റെല്ലാം കയാക്കിങ് ചെയ്യുന്നവർക്കൊക്കെ പുതിയത് കവർ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വള്ളത്തിൽ ചവിട്ടി കയറിയിരിക്കുകയാണ്. ഞങ്ങളുടെ ആഗ്രഹം കൊട്ടവഞ്ചിയായിരുന്നു. അപ്പോൾ സുഖമായിട്ട് ഇരുന്ന് നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാം. എന്നെ ആരോഗ്യം കൈക്ക് പിടിച്ച് വലിച്ച് അതിനകത്ത് അങ്ങിട്ടും. അങ്ങനെ ഇട്ട് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടൽക്കാടിൽ കൂടെ പോകാൻ ഭയങ്കര രസമാട്ടോ. അങ്ങനെ വള്ളത്തിൽ കയറി ഞങ്ങളുടെ യാത്ര തിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ കണ്ടൽക്കാട്ടിലോട്ടാണ് പോകുന്നത്. കണ്ടൽക്കാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കണ്ടൽക്കാട് എന്താണ് കണ്ടൽക്കാട് കൊണ്ട് നമുക്ക് ഉപയോഗം. ഇപ്പം കണ്ടൽക്കാട് ഇടയ്ക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, കണ്ടൽക്കാട് നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട്. അതാണ് കൊല്ലം ജില്ലക്കാരുടെ ഒരു വലിയ ഒരു അനുഗ്രഹമാണ് ഈ കണ്ടൽക്കാട് അല്ലേ. അപ്പം അറിയാവുന്നവർ, കണ്ടൽക്കാടിനെക്കുറിച്ച് അറിയാത്തവർ ക്വസ്റ്റ്യൻ ഇടുക കമൻറ്റ് ബോക്സിൽ, ഞാൻ പറയാം. അറിയുന്നവർ എഴുതിയിടുക എന്താണ് കണ്ടൽക്കാട്, എന്തുവാണ് കടൽക്കാടിൻ്റെ യൂസ്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ. ഭയങ്കര നല്ല ഒരു റിലാക്സിങ് ആകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം. പക്ഷെ നമ്മൾ സന്ധ്യയായിട്ട് ഇവിടുന്ന് പോകാവൂ. കാരണം ആ ഒരു സന്ധ്യ മയങ്ങുന്ന സമയമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ വളരെ അടിപൊളിയാണ്. ഇനി അടുത്ത പാട്ട് വരാനുണ്ട് മച്ചന്മാരെ.